മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള വ്യക്തിപൂജയിൽ പ്രതിരോധത്തിലായി CPM. പണ്ട് പി ജയരാജനെ നിർത്തിപ്പൊരിച്ച പാർട്ടി മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം നയവ്യതിയാന ചർച്ചകൾ നടക്കാത്തതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട്. കാരണഭൂതൻ കൊടുങ്കാറ്റിലെ കഴുകനായി പറന്നൊടുവിൽ ചെങ്കനലായി മാറുമ്പോൾ മൂന്നാം തവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയും വാഴ്ത്തിയും പാട്ടും തിരുവാതിരയും സംഘഗാനവും ഒക്കെ പുറത്തു വരുന്നത്. ഏറ്റവും പുതിയതായി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പുറത്തിറക്കിയ ഗാനത്തിൽ ചെമ്പടയ്ക്ക് കാവലാൾ, ഫീനിക്സ് പക്ഷി, കൈവിളക്കുമായി ജ്വലിച്ച കാവലാൾ എന്നൊക്കെയാണ് പിണറായിക്ക് നൽകിയിരിക്കുന്ന വിശേഷണം. പിണറായി സ്തുതി പുതിയ തലങ്ങളിലേക്ക് വരുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് CPM ആണ്. 2017 കണ്ണൂരിന്റെ താരകം എന്ന പേരിൽ പി ജയരാജനെ പൊക്കിയടിച്ചിറങ്ങിയ ഗാനത്തിൽ അച്ചടക്കം പഠിപ്പിച്ച പാർട്ടി പിണറായി സ്തുതികളിൽ മൗനം തുടരുന്നു. ജയരാജനെ സ്തുതിച്ചുള്ള കണ്ണൂരിലെ പുറച്ചേരി ഗ്രാമീണ വായനശാലയുടെ പാട്ടിനെതിരെ CPM സംസ്ഥാന സമിതിയിൽ വരെ വിമർശനമുയർന്നു. വ്യക്തിപൂജ തടയാൻ ജയരാജൻ ജാഗ്രത കാട്ടിയില്ലെന്നായിരുന്നു കണ്ടെത്തൽ. അധികാരത്തിലേറിയ കാലം മുതൽ പിണറായിക്കും വാഴ്ത്തുപാട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും 2022 കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്തായിരുന്നു ശ്രദ്ധിക്കപ്പെട്ട ആദ്യ സ്തുതിപാടൽ. പാറശാലയിലെ കാരണഭൂതൻ തിരുവാതിരയായിരുന്നു ഐറ്റം. കഴിഞ്ഞ വർഷം പിണറായി വിജയൻ നാടിന്റെ അജയൻ ഗാനമെത്തി. ഇപ്പോഴിതാ ചെമ്പടയ്ക്ക് കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ സംഘഗാനവും. 3 തവണയായിട്ടും മുഖ്യമന്ത്രിക്കായുള്ള വ്യക്തിപൂജകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത CPM നിലപാടിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പിണറായിക്ക് മാത്രം പാർട്ടി നയം ബാധകമല്ലേ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ജനം, തിരുവനന്തപുരം.